ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഇറങ്ങുകയാണ്. ചങ്ങായിമാർക്ക് വേണ്ടിയിട്ട് ഒരു വെറൈറ്റി കണ്ടന്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നേരെ വെബ്കോയിലേക്ക്. ചങ്ങായിമാർ പറഞ്ഞു ഒരു സാധനം വാങ്ങിത്തരാൻ വേണ്ടി വെച്ചു. ഞാനൊന്നും നോക്കാതെ പറഞ്ഞു ഓക്കെ പറഞ്ഞു. നേരെ ചങ്ങായിനെ കൂട്ടി നേരെ സ്കൂട്ടി എടുത്തിട്ട് ഇറങ്ങി. ഊട്ടിക്കൊണ്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ കാഞ്ഞങ്ങാട് വെബ്കോയിലേക്ക്. ഒന്നും നോക്കില്ല, വെച്ച് പിടിച്ചു 100-110 അവിടെ നേരെ വെച്ച് പിടിച്ചു. നമുക്ക് ഇവിടുന്ന് കാഞ്ഞങ്ങാടാണ് ഏറ്റവും അടുത്ത്. ഒരു 6 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ കാഞ്ഞങ്ങാട് വ്യൂറയിലേക്ക് എത്തും. വെബ്കോൻ്റെ പ്രീമിയത്തിലേക്ക് എത്തും. ഇത് നമ്മുടെ ഏറ്റവും വലിയ ദുരന്തം കുശാൽ നഗർ റെയിൽവേ ഗേറ്റ്. എന്താണ് നമ്മൾ കാഞ്ഞങ്ങാടേക്ക് പോകുമ്പോൾ ആകെ നമുക്കുള്ള ഒരു തടസ്സം കുശാൽ നഗർ. കർണാടകയിൽ മാത്രമല്ല, നമ്മളെ കാഞ്ഞങ്ങാട് കൊണ്ട് കുശാൽ നഗർ എന്ന സ്ഥലപ്പേര്. ഇവിടുന്ന് ചെറിയ ദൂരത്തിൽ കാഞ്ഞങ്ങാട് ടൗണിലേക്ക്. ഇത് നേരെ പോയി കഴിഞ്ഞാൽ നേരെ കാഞ്ഞങ്ങാട് ടൗണിലേക്ക് റൈറ്റ് കയറി കഴിഞ്ഞാൽ നേരെ ബീവറേജിലേക്കുള്ള ഷോർട്ട് കട്ടാണ്. അതായത് ആനന്ദാശ്രമം വഴി ഇല്ല റൂട്ടാണ്. സ്വാമി നിത്യാനന്ദ സ്വാമിയുടെ കോട്ട ആശ്രമം ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ്. അതുവഴി ഒരു ഷോർട്ട് കട്ട് വഴിയാണ് നമ്മുടെ യാത്ര. ഇതാണ് നമ്മുടെ നിത്യാനന്ദ സ്വാമി ആശ്രമം. ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പം നേരെ ഇതുവഴി വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ നേരെ വെബ്കോയിലേക്ക്. ഈ റോഡെല്ലാം മുമ്പ് ഫുള്ള് പൊളിഞ്ഞ് ഒരു വണ്ടിയും പോകാൻ പറ്റാത്തൊരവസ്ഥയിലുണ്ടായി. ഈ കഴിഞ്ഞ മഴക്ക് മുമ്പേ ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് ഫുള്ള് സെറ്റപ്പാക്കി എടുത്ത് ഈ ഒരു പോക്കറ്റ് റോഡ് മാത്രം ചെയ്തെടുത്ത് ഇതിൻ്റെ എൻഡിലാണെങ്കിൽ ഫുള്ള് ഇല്ല ചാല് കയറിയ പോലെയുണ്ട് റോഡ്. ഇത് റൈറ്റിൽ കാണുന്നത് നമ്മുടെ കാഞ്ഞങ്ങാട് കോടതി സമുച്ചയമാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ കാഞ്ഞങ്ങാട് ബീവറേജ് ആൻഡ് പ്രീമിയം കൗണ്ടർ. നേരെ മുന്നിൽ കാണുന്നത് പ്രീമിയം കൗണ്ടറിൻ്റെ എൻട്രിയാണ്. ലെഫ്റ്റ് സൈഡിലായിട്ടുള്ളത് ഗോഡൗണാണ്, സ്റ്റേറ്റ് വെയർ ഹൗസാണ്. ഇവിടെ വലിയ കളക്ഷനൊന്നും ഉണ്ടാവാറില്ല. നമുക്ക് കുറച്ച് 1 കിലോമീറ്റർ അധികം ദൂരമാണെങ്കിലും നീലേശ്വരമാണ് ഏറ്റവും നല്ല കളക്ഷൻ ഉണ്ടാകും. പ്രീമിയം കൗണ്ടറിൽ നല്ല സെറ്റപ്പാണ് ഇവിടെ. ഇതിൻ്റെ 2 ഇരട്ടിയുണ്ട്. അങ്ങനെ ചങ്ങായി പറഞ്ഞ് സാധനം എടുത്തു. അതിന് പറഞ്ഞു ഓഫീഷ്യൽ ചോയ്സ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ സാധനം എടുത്തു. ഫ്രണ്ടിനെ കൊണ്ട് ബില്ലാക്കിച്ചു. നേരെ നാട്ടിലേക്ക് പോകാൻ നേരം അവിടെ കുറച്ച് സമയം ഡിസ്കഷനിലാക്കി. അവിടെ നേരെ സാധനം വാങ്ങി നേരെ ഇറങ്ങി. പിന്നെ ഇവർ പറഞ്ഞു ടച്ചിങ് വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ടച്ചിങ് വാങ്ങാൻ പോകുന്ന വഴിക്ക് ഒരു ഷോപ്പിൽ കയറി. ഇവിടെ എല്ലാം അങ്ങനെ അവിടെ നല്ല ഉപ്പിലിട്ടത് വാങ്ങിയിട്ട് നേരെ നാട്ടിലേക്ക്. ഓക്കെ, ബൈ.